നമ്മളിൽ പലർക്കും ഉപ്പുമാവ് ഇഷ്ടമല്ലല്ലോ. ഉപ്പുമാവ് കഴിക്കാത്തവരെ കൊണ്ട് ഉപ്പുമാവ് കഴിപ്പിക്കാൻ ഇതാ ഒരു മാർഗം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കണം. കിസ്മിസ് ഇട്ടതിന് ശേഷം അത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. അത് വഴണ്ടൊന്ന് ബൾജായി വരുമ്പോഴത്തേക്ക് ഒരു 2-3 ഏലയ്ക്ക ഇടിച്ച് പൊടിച്ച് അതിലേക്ക് ഇടുക. അതൊരു മണത്തിന് വേണ്ടിയാണ്. അത് നല്ല രീതിയിൽ മൂക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഏലക്കയുടെയും നെയ്യുടെയും കൂടെയൊക്കെ ഒരു നല്ല മണം വരും. അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം. മുരളിയുടെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇച്ചിരി കട്ടിയുള്ള പാലാണ്. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ശർക്കരയോ പഞ്ചസാരയോ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ വൈറ്റ് ഷുഗർ ഇവിടെ ഇപ്പോൾ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് ശർക്കരയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ശർക്കര ചിരണ്ടിയൊക്കെ എടുക്കാനുള്ള മെനക്കേടുകൊണ്ട് ശർക്കരയുടെ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുത്ത് അതും ഇത് ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ഉപ്പുമാവ് ഇട്ട് കൊടുക്കണം. ഉപ്പുമാവ് മാത്രമല്ല, അതിന് മുന്നേ നമ്മൾ റോബസ്റ്റ പഴം ചേർക്കുന്നുണ്ട്. പാളയംതോടനോ പൂവമ്പഴം അങ്ങനെ ഏത് പഴം, ഏത്തയ്ക്ക ഒഴിച്ച് ഏത് പഴം ഇട്ടാലും വേറൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ടേസ്റ്റ് വരും. ഞാൻ ഇവിടെ ഇത് തിളച്ച് വന്നപ്പോൾ റോബസ്റ്റയാണ് ഇട്ട് കൊടുത്തത്. റോബസ്റ്റ ഇതിൻ്റെ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഒരു ലേശം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പീര തോനെ ഇടേണ്ട, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവ് അതിലേക്ക് ഇടുക. ജസ്റ്റ് അതൊന്ന് മറ്റേ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നല്ല ഹാർഡാവുന്നിടം വരെ ആ ഉപ്പുമാവ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കുമ്പോഴേ ഒരു മണമുണ്ട്. ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം ഉപ്പുമാവ് കഴിക്കുക. ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് ആ ശർക്കരയുടെയും നെയ്യുടെയും പഴത്തിൻ്റെയും ഏലക്കയുടെ എല്ലാം കൂടെ മണം ഒരു പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. ഈവൻ പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ശർക്കര ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്.